ഹലോ ഗൈസ്, ഇസ് മീ അപ്പു ഗെയിമിംഗ്. അപ്പം ഗൈസ്, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതിൻ്റെ പ്രകാരം നമ്മൾ ആയിട്ടുള്ളൊരു 1v1 റൂമാണ് ഗൈസ് നമ്മൾ ഇടുന്നത്. ആ ഗെയിം പ്ലേ ആണ് ഗൈസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊന്നും പറഞ്ഞ് ഓടിപ്പിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇവിടെ ഗെയിം പ്ലേ തുടങ്ങിയിട്ടുണ്ട്. ഗെയിം പ്ലേ തുടങ്ങിയപ്പോഴേ അതുതന്നെ നമ്മളിവിടെ നിന്നിട്ട് ഗണ്ണ് സെലക്ട് ചെയ്യാൻ പോകണം. നമ്മളെ M80 AC80 ആണ് ഗൈസ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു M500 എടുത്ത് നമ്മൾ M500 എടുത്തിട്ട് ഹെൽമെറ്റും വെസ്റ്റും ഒക്കെ എടുത്ത് മെഡിക്കിറ്റ് ഒക്കെ എടുത്ത് റിപ്പയർ കിറ്റും ഗ്ലൂ വാളും ഒക്കെ എടുത്ത് നമ്മൾ സെറ്റായിട്ടുണ്ട്. ആയിട്ട് ഇവിടെ കിടന്ന് ചുമ്മാ കളിക്കുകയാണ്. ആയിട്ട് നേരെ അക്കനെ കൊല്ലാൻ വേണ്ടി അങ്ങോട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള മാണി അങ്ങ് പിടിച്ച് കില്ലിക്ക് അങ്ങ് ഇടുക ഗൈസ്. അങ്ങനെ ചക്ക ഓടിച്ചാടി വന്നിട്ടുണ്ട്. അക്ക ആദ്യം എന്നെ ഒന്ന് അടിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പം എന്നെ അടിക്കാൻ നോക്കുന്നു. ഞാൻ ചാടി നേരെ ഒരു വണ്ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ആദ്യത്തെ കളി നമ്മളങ്ങ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 1-0 ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ടാമത്തെ റൗണ്ടാണ് ഗൈസ്. രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ഇച്ചിരി 2 മഷ്റൂമും ഒരു റിപ്പയർ കിറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. വേറൊന്നിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഗണ്ണൊക്കെ നമ്മുടെ നേരത്തെ സെറ്റാണ്. നമ്മൾ ചാവാത്തതുകൊണ്ട് നമ്മുടെ ഇന്ന് ഗണ്ണൊന്നും പൊടില്ല ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിൽ കളിക്കാൻ പറ്റുന്ന നല്ല നല്ല ഗെയിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ഗെയിംസൊക്കെ നമ്മൾ കളിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മളങ്ങ് തുള്ളിച്ചാടി പോകുന്നുണ്ട് അക്കനെ കൊല്ലാൻ വേണ്ടി. അപ്പോൾ അതെ, നമ്മളിങ്ങോട്ട് വന്നപ്പോൾ അക്ക നേരെ നമ്മുടെ ഫ്രണ്ടിൽ ഗ്ലൂ വാളൊക്കെ ഇട്ട് എന്നെ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽപ്പുണ്ട്. ഗ്ലൂ ആയിട്ട് കളിക്കുകയാണ്. അക്ക വെച്ച് ബാക്ക് വലിയുന്നുണ്ട്. അപ്പോൾ നേരെ നമ്മൾ കയറി ചെല്ലാനുള്ള പരിപാടിയാണ് ഗൈസ്. അക്ക പുറത്തെടുക്കുക, നമ്മൾ കിടുക്കം പുറത്തൊരു എക്സ്ക്യൂട്ട് അടിച്ച് ഒരു വണ്ടാപ്പ് അടിച്ച് അക്കയെ അങ്ങ് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-0 എന്നുള്ള സ്കോർ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു മൂന്നാമത്തെ റൗണ്ടാണ് ഗൈസ്. ഇനി നമുക്ക് ഗണ്ണൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഗണ്ണൊക്കെ സെറ്റാണ്. നമുക്ക് 2 മഷ്റൂമും ഇച്ചിരി റിപ്പയർ കിറ്റും പിന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ പിന്നെ ആക്കാൻ ഒരു വണ്ടാപ്പ് ശ്രമിക്കാൻ പോവുകയാണ്. വണ്ടാപ്പിൽ തന്നെ നമുക്ക് ഈ മൊത്തം കളിയും തീർക്കാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ തുള്ളിച്ചാടി പോകുന്നുണ്ട് അക്കനെ കൊല്ലാന്നും പറഞ്ഞ്. ഗ്ലൂ വാളൊക്കെ ഇട്ട് റഷ് ചെയ്ത് തന്നെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ അത് അക്ക മുമ്പിൽ തന്നെ ഉണ്ട് ഗൈസ്. നമ്മൾ അടിക്കാൻ വേണ്ടി മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. നമുക്ക് ഇച്ചിരി ഹിറ്റൊക്കെ തരുന്നുണ്ട് അക്ക. നമ്മുടെ ഹെൽത്ത് എന്താ പറയുക, നമുക്ക് ഇച്ചിരി ഡാമേജൊക്കെ തന്ന് ഹെൽത്ത് നല്ലോണം പോകുന്നുണ്ട്. അക്ക പിന്നെയും തരുന്നുണ്ട്. അക്ക 2 കളി തോറ്റ ദേശീയ ഇപ്പോൾ തീർക്കുമെന്ന് തോന്നുന്നു. നല്ലോണം കളിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല ഹിറ്റൊക്കെ തന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് നേരം ഹെൽത്ത് അങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങ് നൈസിനങ്ങ് മെഡിക്കിറ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. അക്കയാണെങ്കിൽ ഇപ്പോൾ കളിപ്പായിട്ട് ഓപ്പണിലൊക്കെ നിന്ന് കളിക്കുന്നത്. മണ്ടാപ്പൊന്നും ഒരു വിഷയമില്ല അക്കക്ക്. മണ്ടാപ്പൊക്കെ കയറിയാലും ഒരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് പിന്നെയും കംബാക്കൊക്കെ അടിക്കുമെന്നും പറഞ്ഞൊക്കെ മുമ്പിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ഞാൻ ടാർഗറ്റൊന്നും കയറുന്നില്ല. ഇപ്പോൾ ഒരു 50 കയറിയിട്ടുണ്ട്. പക്ഷേ അക്ക അതിനെക്കാട്ടി നല്ല ഹിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നല്ല കൂടുതൽ ഹിറ്റ് തന്നെ വന്നിട്ടുണ്ട്. നല്ലവണ്ണം നമ്മുടെ ഇച്ചിരി പോയിട്ടുണ്ട്. നമ്മുടെ വെസ്റ്റിൻ്റെ ഹെൽമെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും ഇത് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് 2 മെഡിക്കിറ്റ് നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ബോൺഫയർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അത് പിന്നെ അക്കനെ കൊല്ലാൻ പോകണം. അക്കയാണ് നല്ലവണ്ണം കുത്തിപ്പിടിച്ച് അങ്ങനെ നമ്മളെ ഈ റൗണ്ടിൽ അങ്ങ് അക്ക തീർത്തേച്ച്. അങ്ങനെ നമ്മൾ ഈ കളി തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2-1 സ്കോറിലായി. ഇനിയിപ്പോൾ 4ാമത്തെ റൗണ്ടാണ് ഗൈസ്. 4ാമത്തെ റൗണ്ടാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത്. 4ാമത്തെ റൗണ്ടിൽ നമുക്ക് ഗണ്ണൊക്കെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ അടിച്ചങ്ങ് നിരപ്പാക്കിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് ഗൈസ്. ഈ റൗണ്ടിൽ നമ്മൾ M80 AC80 M500 തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഗ്ലൂ വാളും സോറി ഗൈസ്, റിപ്പയർ കിറ്റും 2 മഷ്റൂമൊക്കെ എടുക്കുന്നുണ്ട്. ആയിട്ട് നമ്മൾ ഈ കളിയിലൊക്കെ പൊട്ടിക്കും. അക്ക മറ്റേ കളി നമ്മൾ പിടിച്ചാൽ നമ്മൾ ഈ കളി പിടിക്കുമെന്നും പറഞ്ഞ് നമ്മളങ്ങ് കയറി ചെല്ലുന്നുണ്ട് കേൾക്കാൻ വേണ്ടി. അപ്പോൾ അവിടെ അക്കനെ കണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അടിക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. അപ്പോൾ ഇത് ഇവിടെ ഇപ്പോൾ അക്ക ഓപ്പണി വരുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ കിടുക്കം കൊടുത്ത് ആദ്യം തന്നെ അക്ക വന്നപ്പോൾ തന്നെ കയറി ചെന്ന് അക്കൊക്കെ ഒരു വണ്ടാപ്പം കൊടുത്ത് അക്കനെ പിന്നെ ഫിനിഷ് ആക്കിയിരിക്കുവാണ് ഗൈസ്. ഇപ്പം 3-1 സ്കോറിലാണ്. ഇനിയിപ്പോൾ റൗണ്ട് 5 ആണ് ഗൈസ്. നമുക്ക് ഈ പ്രാവശ്യം ഗണ്ണൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ പ്രാവശ്യം നമ്മൾ അക്കനെ അങ്ങ് വണ്ടാപ്പടിച്ചങ്ങ് തീർത്തിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് റിപ്പയർ കിറ്റൊക്കെ എടുത്ത് നമ്മൾ വെസ്റ്റ് ഹെൽമെറ്റും ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ തുള്ളിച്ചാടി പോവുകയാണ് അക്കനെ കൊല്ലാൻ വേണ്ടി.
നമ്മളങ്ങനെ ഗ്ലൂ വാളൊക്കെ ഇട്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട് ഗൈസ് അക്കനെ കൊല്ലാൻ വേണ്ടി. ഇവിടെപ്പോൾ ഇവിടെയാണ് അക്ക സാധാരണ വരാറുള്ളത്. പക്ഷേ എല്ലാ എനിമീസും ഇവിടെയാണ് വരാറുള്ളത് 1v1 കളിക്കുമ്പോൾ. പക്ഷേ അക്ക മാത്രം വരുന്നില്ല. അപ്പോഴാണ് അതേ അക്ക മേളിൽ നിന്ന് ചാടിത്തുള്ളി സോറി ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് നാക്ക് വഴങ്ങുന്നില്ല, ചാടിത്തുള്ളി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ വരട്ടെ ഗൈസ്, നമുക്ക് പിന്നെ വണ്ടാപ്പത്തിന് അടിച്ച് തീർത്തേക്കാം. അക്കയാണ് ഓപ്പണി ഇറങ്ങുന്നില്ല ഗൈസ്, അതാണ് കുഴപ്പം. ഗ്ലൂവാളിൻ്റെ പുറകിൽ നിന്ന് കവറെടുത്ത് കളിക്കുവാണൊക്കെ. അപ്പം നമ്മൾ റഷ് ചെയ്ത് കയറുന്നുണ്ട്. അക്കനെ കണ്ട് പക്ഷെ അടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഡ്രാഗ് ചെയ്തേക്കിനും അക്ക പിന്നെയും ഗ്ലൂവാൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ പിന്നെയും കയറിച്ചിട്ടാണ് അക്കനെ അടിക്കാൻ വേണ്ടി. നമ്മൾ നല്ലൊരു ഹിറ്റ് കൊടുത്തിട്ടുണ്ട്. റെഡാണ് ഗൈസ് കൊടുത്തത്. അക്ക ഗ്ലൂവായിട്ട് കവർ കൊടുക്കുകയാണ്. പിന്നെ അക്കടെ ആ ഡ്രാഗ് ചെയ്തെങ്കിലും കൊണ്ടില്ല തലക്കെട്ട്, അക്കടെ തലട്ട് കൊണ്ടിട്ടുണ്ട്. പിന്നെ അക്ക ഇവിടെ മറവ് നിന്നപ്പോൾ ഞാൻ നേരെ റഷ് ചെയ്ത് നിന്ന് അക്കടെ തലക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഇച്ചിരി യെല്ലോ ഡാമേജ്, ഇച്ചിരി റെഡ് ഡാമേജും കയറി അക്ക അങ്ങ് നിരപ്പായിട്ടുണ്ട് ഗൈസ്. ഇതിപ്പോൾ 6ാമത്തെ റൗണ്ടാണ് ഗൈസ്. 6ാമത്തെ റൗണ്ടിൽ നമ്മൾ ഇച്ചിരി മസ്റൂമും ഗ്ലൂവാളും ഒക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. റിപ്പയർ കിറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. ആയിട്ട് നമ്മൾ നേരെ ഇപ്പോൾ അക്കനെ കൊല്ലാൻ പോവുകയാണ്. ഗൈസ്, ഞാൻ അക്കയെന്ന് വിളിക്കുന്നത് ഞാൻ ചേച്ചിന്നല്ല വിളിക്കുന്നത്. എൻ്റെ വീട്ടിൽ അക്കയെന്നാണ് ഞാൻ വിളിക്കുന്നത്. ചേച്ചി, ഞങ്ങളുടെ വീട് ചേച്ചിമാരെയൊക്കെ അക്കയെന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിൽ വേറെ വല്ലതും ഈ ചേച്ചിമാരെ വിളിക്കുന്നുണ്ടാന്ന് കമൻറ്റ് ചെയ്യുക. അക്കയെന്നല്ലാതെ പലയിടത്തും പല രീതിയിലൊക്കെ വിളിക്കുന്നുണ്ട്. ചേച്ചിന്ന് വിളിക്കും, അക്കയെന്ന് വിളിക്കും, അങ്ങനെ പല രീതിയിൽ പല രാജ്യത്തും വിളിക്കുന്നുണ്ട്. അപ്പോൾ അക്ക നേരെ തന്നെ നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്കാണ് നല്ല ഹിറ്റ് തന്നിട്ടുണ്ട് അക്ക. എന്നിട്ട് നമ്മൾ കവർ ചെയ്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു മെഡിക്കിറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോൺ ഫയറും ഇട്ടങ്ങ് നമ്മൾ സെറ്റായിട്ടുണ്ട്. ഈ ബോൺ ഫയർ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് പുറത്തിറങ്ങി. അങ്ങനെ ആയി നമ്മൾ പുറത്തിറങ്ങി അക്കനെ കൊല്ലാനായിട്ടുള്ളൊരു സന്ദർഭപ്പാടിലാണ്. അക്കനെ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, എവിടെയാണെന്ന് അറിയുന്നില്ല. പിന്നെ പെട്ടെന്ന് അടികിട്ട് കളിക്കാൻ വേണ്ടി നമ്മൾ ഗ്ലൂ ആടുന്നുണ്ട്. ദേ നിൽക്കുന്നു അക്കനെ. അപ്പോൾ നമ്മൾ ഹെഡ് ഷൂട്ട് അടിക്കാൻ വേണ്ടി പോവാണ്. നോക്കാൻ കഴിച്ച് ഹെഡ് ഷൂട്ട് അടിക്കാൻ പറ്റുമോ. നേരെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അക്ക ഇരുന്ന് നേരെ ഹെഡ് കിടിലം കൊടുത്തൊരു വണ്ടാപ്പ് M80 അടിച്ച് നമ്മൾ അക്കനെ അങ്ങ് തീർത്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ 5-1 എന്നുള്ളൊരു സ്കോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇതേ 7ാമത്തെ റൗണ്ടാണ് ഗൈസ്. 7ാമത്തെ റൗണ്ട് ആര് കളി എടുക്കും നമുക്ക് നോക്കാം. M80 AC8 M500 തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ട്. നമ്മളങ്ങനെ ഇവിടെ നിന്ന് സീലൊക്കെ കാണിച്ച് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. കാരണം ഈ റൗണ്ടിൽ നമ്മൾ എടുക്കുന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ട് ഗൈസ് നമുക്ക്. ഗൈസ് അങ്ങോട്ട് ഓടാൻ പോയപ്പോൾ നേരെ പുറകിലോട്ട് ഓടിപ്പോയി ഗൈസ്. അങ്ങനെ നമ്മൾ പോകുന്നുണ്ട്. ഇവിടെ കൂടെ വരും എന്നുള്ള പ്രതീക്ഷ അവിടെ നിന്നപ്പോൾ അവിടെ ഇല്ല. ഇവിടെ കൂടെ നേരെ കയറി വരുന്നു. നേരെ റഷ് ചെയ്ത് ഇപ്പോൾ അടിച്ച് കൊന്ന കണക്ക് തന്നെ കൊല്ലാൻ പോകുന്നത് വെച്ച് വിചാരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അക്ക മേളിൽ കൂടെ കയറി വരുന്നു. അക്കൊക്കെ ഒരു 53ൻ്റെ ഹിറ്റും കൊടുത്ത് നമ്മളിവിടെ ഗ്ലൂ ആയിട്ടിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഹിറ്റ് തന്നിട്ടുണ്ട് ഗൈസ്. അക്ക AC8 എടുത്തെന്ന് തോന്നുന്നു നമ്മളെ കണക്ക് തന്നെ. എനിക്ക് നല്ല ഹിറ്റ് തന്നിട്ടുണ്ട്. മേളിൽ നിന്നിട്ട് M80 എനിക്ക് നല്ല ഹിറ്റ് തന്നു. എനിക്ക് കുറച്ച് ഹിറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. ഗൈസ് നമ്മുടെ എത്തിപ്പ് പറഞ്ഞപ്പോൾ നമ്മൾ ബോൺ ഫയർ ഇട്ടങ്ങ് നികത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളിതേ ഇവിടെ ഗ്ലൂ ആയിട്ട് പുറത്തിറങ്ങി ഒരു ഹിറ്റ് കൊടുത്ത് പിന്നെ ഗ്ലൂ ആയിട്ട് എന്നെ അടിക്കാൻ പറ്റില്ല. പിന്നെ റഷ് ചെയ്ത് എല്ലു വേണം. അക്ക ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നപ്പോൾ ഒരു അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. അത് അക്ക അവിടെ ഗ്ലൂ ആയിട്ട് കയറിയത്. പിന്നെ ഇടയിൽ കൂടെ അടിക്കാൻ നോക്കി, അതും പറ്റിയില്ല. പിന്നെ നേരെ ചാടിത്തുള്ളി ഇവിടെ വന്നു നേരെ ഒരു കിടുക്കം പുറത്ത് ഹെഡ് ഷൂട്ടും കൊടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ എൻ്റെ കൈ തട്ടി എന്തോ അവിടെ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അതിൻ്റെ അറിയാതെ എൻ്റെ കൈ തട്ടി വന്നതാണ് ഗൈസ്. ഇതിപ്പോൾ 8ാമത്തെ റൗണ്ടായിട്ടുണ്ട് ഗൈസ്. 8ാമത്തെ റൗണ്ട്. ഇപ്പോൾ ഒരു 6-1 എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. 6-1 സ്കോറിലാണ് നിൽക്കുന്നത്. ഒക്കെ കംബാക്ക് അടിക്കുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈ M80 AC8 കണ്ടാൽ നമ്മൾ അതേ എടുക്കത്തുള്ളൂ. അതാണ് എനിക്കിഷ്ടം. നിങ്ങളുടെ കോമ്പിനേഷൻ എന്തുവാന്ന് നിങ്ങൾ പറയണം. ഈ റൂമൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ ഏതൊക്കെ കണ്ണാണ് എടുക്കുന്നത് നിങ്ങൾ പറയുക ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഈ ഗ്ലൂവാളൊക്കെ ഇട്ട് കയറി ചെല്ലുന്നുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും അക്കനെ കാണുന്നില്ല. അക്ക എവിടെ പോയി ഗൈസ്? അക്ക ദേ വരുന്നുണ്ട്. നമ്മളപ്പോൾ അക്കനെ അടിക്കുക ഇവിടെ കൂടെ അടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല ഗൈസ്, കൗണ്ടില്ല. പിന്നെ ഇവിടെ കയറി വന്നപ്പോൾ അടിക്കാൻ നോക്കിയപ്പോൾ എയിം പോലും അക്കയുടെ ദേഹത്തോട്ട് പോയില്ല. പിന്നെ നമ്മൾ കറങ്ങിപ്പോകുന്നുണ്ട്. ഒരു ഗ്ലൂവാളിട്ട് അടിച്ചപ്പോൾ ഇച്ചിരി ഹിറ്റൊക്കെ കയറി.
നമ്മൾ നേരെ ആക്കാൻ ഗ്ലൂവ മെഡിക്കേറ്റ് അടിക്കാൻ നമുക്കത് കയറി ചെല്ലുവാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി ഹിറ്റ് പോയി, അത് കുറച്ചേ വന്നിട്ടുള്ളൂ ഗൈസ്. പിന്നെ നമ്മളിവിടെ കറങ്ങി ചാടി വന്നു, പിന്നെ അടിച്ച് പിന്നെയും കൊണ്ടില്ല, പിന്നെയും കറങ്ങി ചാടി വന്നു, പിന്നെ അടിച്ചപ്പോൾ നേരെ ഒരു ഇത് പണ്ടാപ്പ് ഗൈസ്. അത് പിന്നെയും വന്ന് നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പോൾ ഗൈസ് വേറൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമ്മൾ ഈ വീഡിയോ ഇവിടെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഔട്ട്.